بسم الله الرحمن الرحيم. وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم وإن يك كاذبا فعليه كذبه وإن يك صادقا يصبكم بعض الذي يعدكم إن الله لا يهدي من هو مسرف كذاب يا قوم لكم الملك اليوم ظاهرين في الأرض فمن ينصرنا من بأس الله إن جاءنا قال فرعون ما أريكم إلا ما أرى وما أهديكم إلا سبيل الرشاد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1631 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 28-29 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم وإن يك كاذبا فعليه كذبه وإن يك صادقا يصبكم بعض الذي يعدكم إن الله لا يهدي من هو مسرف كذاب يا قوم لكم الملك اليوم ظاهرين في الأرض فمن ينصرنا من بأس الله إن جاءنا قال فرعون ما أريكم إلا ما أرى وما أهديكم إلا سبيل الرشاد صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 28-29 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഫിറഔന്റെയും ഹാമാന്റെയും ഖാറൂന്റെയും അടുക്കലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട സംഭവമാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് ഗാഫിറിന്റെ ഈ ഭാഗത്ത് പ്രതിപാദിക്കപ്പെടുന്നത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തില് അദ്ദേഹത്തിന്റെ അഭിസംബോധിതരായ സമൂഹം തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും ഒക്കെ പിൻബലത്തില് കൃത്യമായ ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ പിൻബലത്തിൽ അവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സംവദിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിനെ തള്ളിക്കളയുകയും നിഷേധികളായി മാറുകയോ ഒക്കെ ചെയ്ത ആ സന്ദർഭത്തിൽ നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ലേ? ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങളുടെ അതേ നിലപാട് നേരത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ ഏത് വിധത്തിലുള്ള ആക്ഷേപത്താണ് ഏറ്റുവാങ്ങുകയുണ്ടായത് എന്നത് മനസ്സിലാക്കിയിട്ടില്ലേ എന്ന ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുകയുണ്ടായത് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് അത്തരം ചില ചരിത്ര ഭാഗങ്ങൾ മക്കയിലെ ആളുകളെ കേൾപ്പിക്കുന്ന വിധത്തില് അള്ളാഹു ഇവിടെ
മൂസ അലൈഹിസ്സലാമിനെ ഫിറോവിന്റെയും ഹാമാന്റെയും ഖാറൂന്റെയും അടുക്കലേക്കായി നിയോഗിച്ചയച്ച ആ സംഭവം വിവരിക്കുന്നത്. ഫിറോവിന്റെ കൊട്ടാരത്തില് അള്ളാഹുവിന്റെ ഏകത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവിക മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കുന്ന ഒരു കാര്യം മൂസ അലൈഹിസ്സലാം നിർവഹിച്ചത് അവരെ വലിയ പ്രകോപനം ഉള്ളവരായി മാറാൻ കാരണമാക്കി. അവര് പ്രതികാര നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലാഹു തുടർന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് വിവരിക്കുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വാസം ഉൾക്കൊള്ളുകയും അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുകയും ചെയ്ത ആളുകളുടെ അവരുടെ കുടുംബങ്ങളിലെ ആൺമക്കളെ കൊന്നൊടുക്കാനും അവരിലെ പെണ്ണുങ്ങളെ സ്ത്രീകളെ അപമാനിതരായി ജീവിക്കാൻ വിടുകയും ചെയ്യാനാണ് അവര് തുനിഞ്ഞത്. അതുപോലെ മൂസ അലൈഹി ഇസ്ലാമുമായി സംസാരിക്കുന്ന ആ പ്രക്രിയ, ആ സംവാദത്തിന്റെ തുടർച്ചയായിട്ട് മൂസ അലൈഹി ഇസ്ലാം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആ നിലപാടും ജീവിത വീക്ഷണവും ഒക്കെ തങ്ങളുടെ സംവിധാനങ്ങളെ തകിടം മറിക്കുന്ന വിധത്തിലുള്ളതാണ്. അത് തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും തന്നെയും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂസ അലൈഹി ഇസ്ലാമിനെ താൻ കൊന്നുകളയുകയാണ്, എന്നെ നിങ്ങളാരും തടയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിറോൻ തന്റെ രാജസദസ്സിനെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായത്. അങ്ങനെ ഒരു നടപടി താൻ ചെയ്തില്ലെങ്കിൽ മൂസ നാട്ടിലെ വ്യവസ്ഥയെ തകിടം മറിച്ചു കളയും, നിങ്ങളുടെ ദീനിനെ മാറ്റി മറ്റൊരു പകരം ഒരു പുതിയൊരു സംഗതി കൊണ്ടുവരാൻ അയാൾ തുനിഞ്ഞിറങ്ങും. നാട്ടിൽ വലിയ നിയമരാഹിത്യവും അക്രമവും അരാജകത്വവും ഒക്കെ അത് കാരണമായി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തന്റെ രാജസദസ്സിനെ താൻ ചെയ്യാൻ പോകുന്ന മൂസ അലൈഹി ഇസ്ലാമിനെ കൊന്നുകളയുക എന്ന കാര്യം അവർക്ക് സ്വീകാര്യമാകുന്ന വിധത്തിൽ ഫിറോൻ അവതരിപ്പിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെ അത് പറയത്തക്ക വിധത്തിലൊന്നും ഫിറോവിന്റെ ആ നിലപാടും പ്രഖ്യാപനവും ഒന്നും മൂസ അലൈഹി ഇസ്ലാമിനെ ചഞ്ചലനാക്കിയുണ്ടായിട്ടില്ല. അദ്ദേഹം സ്ഥൈര്യത്തോടുകൂടി ധൈര്യം അവലംബിച്ചുകൊണ്ട് പറയുന്ന കാര്യം, ഇന്നി ഉഅ്തു ബിറബ്ബി വറബ്ബിക്കും മിൻ കുല്ലി മുതകബ്ബിരിൻ, എല്ലാ അഹന്തയോടുകൂടി നടക്കുന്ന ധിക്കാരികളുടെയും ഷെറിൽ നിന്ന് ഞാൻ എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ആ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായത്. തനിക്ക് അള്ളാഹു മതി, നിങ്ങളുടെയും എന്റെയും റബ്ബായ അള്ളാഹു ഭരമേൽപ്പിക്കാൻ ശരണം തേടാൻ ധാരാളം മതി എന്ന നിലക്കാണ് മൂസ അലൈഹി ഇസ്ലാം പ്രതികരിക്കുകയുണ്ടായത്. ഈ പ്രതികരണം ഒന്നുകിൽ ഫിറോൻ കേൾക്കുന്ന വിധത്തിലാവാം, അതല്ലെങ്കിൽ ഫിറോവിന്റെ സംഭാഷണത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചപ്പോ അത് അദ്ദേഹത്തെ അറിയിച്ച ആളുകളോടായിട്ട് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞതാവാനും ഇടയുണ്ട്. ഈ മുതകബ്ബിറുൻ എന്ന് പരാമർശിച്ചുകൊണ്ട് ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ് എന്നാണ് ഫിറോവിനെ കുറിച്ച് മൂസ അലൈഹി ഇസ്ലാം പരാമർശിക്കുന്നത്. യൗമുൽ ഹിസാബിൽ കണക്ക് പരിശോധിക്കുന്ന, വിചാരണ നടക്കുന്ന, വിധി തീർപ്പുണ്ടാവുന്ന നാളിൽ വിശ്വാസമില്ലാത്ത അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യൻ എന്ന നിലക്കാണ് സൂചിപ്പിച്ചത്. ഈ ഒരു സന്ദർഭം ഫിറോവിന്റെ ഭരണസിരാ കേന്ദ്രമായ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരിടത്ത് നടന്നൊരു സംസാരത്തിന്റെ
കാര്യമാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. ആ സന്ദർഭത്തില് അവിടെ കൂടിയിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാള് ഫിറൗന്റെ ആ നടപടിയോട് പ്രതികരിക്കാൻ വേണ്ടി രംഗത്ത് വരികയാണ്. മൂസ അലൈഹിസ്സലാമിനെ താൻ കൊന്നുകളയാൻ പോവുകയാണ് എന്ന് പരസ്യമായി പറയുകയും അതിനായി തുനിയുകയും ചെയ്ത ഫിറൗന്റെ ആ നിലപാട് അല്ലെങ്കിൽ ആ നീക്കം, അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത, അക്കാര്യത്തില് നോക്കി നിൽക്കുന്നത് വളരെ കുറ്റകരമായ ഒരു സംഗതിയാണ് എന്ന് ബോധ്യമുള്ള ഒരാളാണ് തുടർന്ന് ആ സന്ദർഭത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നത്. ആ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു വിവരിക്കുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റിലോ ന്യൂ ടെസ്റ്റമെന്റിലോ അല്ലെങ്കിൽ തൽമൂദിലോ ഒന്നും തന്നെ പരാമർശമില്ലാത്ത ഒരു ചരിത്ര കാണ്ഡമാണ്, ഒരു എപ്പിസോഡാണ് ഈ സംഭവം, വിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന ഈ കാര്യം. വേറെ ചില പരാമർശങ്ങൾ ഉള്ള ഇസ്രായേലി സ്രോതസ്സുകളിലുള്ള ചില പരാമർശങ്ങളെ വെച്ചുകൊണ്ട് അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ചിലര് ഖുർആനിൽ ആ ഒരു സംഗതിയെ പകർത്തി എഴുതി വെച്ചതാണ് എന്ന വിധത്തിലൊക്കെ പറയാറുണ്ടെങ്കിലും ഈ ഒരു സംഭവം വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഫിറൗൻ മൂസ അലൈഹിസ്സലാമിനെതിരിൽ തിരിയുന്ന ആ രംഗം നോക്കി നിൽക്കുക സാധ്യമല്ല എന്ന നിലക്ക് പ്രതികരിക്കുന്ന ഒരാള്, ആ സംഭവം യഥാർത്ഥത്തില് ഓൾഡ് ടെസ്റ്റമെന്റിലോ ന്യൂ ടെസ്റ്റമെന്റിലോ തൽമൂദിലോ ഒന്നും പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. ഇവിടെ വിശുദ്ധ ഖുർആനിന് ഞാനിന്ന് നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തുകളുടെ ആ ഭാഗം നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. നോക്കാം. വഖാല റജുലുൻ മുഅ്മിനും മിൻ ആലി ഫിറഔൻ, ഫിറൗന്റെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട വിശ്വാസിയായ ഒരു മനുഷ്യൻ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ആളല്ല, ആലി ഫിറൗനിൽപ്പെട്ട ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഫിറൗന്റെ ആളുകൾ, ഖിബ്തി വംശത്തിൽപ്പെട്ട ഫിറൗന്റെ ഭരണ സംവിധാനത്തിന്റെ ഒരു വലിയ പിൻബലമായി ഉണ്ടായിരുന്ന സമൂഹത്തിൽപ്പെട്ട ഒരാള്. വഖാല റജുലുൻ മുഅ്മിനുൻ, അയാള് വിശ്വാസമുള്ള ഒരാളാണ്. മൂസ അലൈഹിസ്സലാം അവരുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ദൈവിക സന്ദേശത്തെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യാൻ മനസ്സ് കാണിച്ച ഒരാളാണ്. വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിറഔൻ, അപ്പൊ ആലി ഫിറഔനിൽപ്പെട്ട വിശ്വാസം ഉൾക്കൊണ്ട ഒരാൾ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. യക്തുമു ഈമാനഹു, അദ്ദേഹം തന്റെ വിശ്വാസം മറച്ചു പിടിച്ചുകൊണ്ടാണ് നിലക്കൊണ്ടിരുന്നത്. താൻ മൂസ അലൈഹിസ്സലാമിന്റെ അദ്ദേഹം മുന്നോട്ട് വെച്ച ജീവിത ദർശനം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദർശപാതയിൽ അദ്ദേഹത്തോടൊപ്പം ചേരുകയാണ് എന്ന കാര്യമൊന്നും ഇയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാം കൃത്യമായ ആയാത്തുകളും സുൽത്താനും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് സത്യമാണ്, യുക്തിഭദ്രമാണ്, സ്വീകാര്യമാണ് എന്ന നിലയ്ക്ക് അത് ഉൾക്കൊണ്ട ഒരാളാണ്. പക്ഷെ അത് പരസ്യമായി പ്രഖ്യാപിക്കാൻ മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. യക്തുമു ഈമാനോ, ഈമാൻ മറച്ചു വെച്ചുകൊണ്ടാണ്, അയാളുടെ വിശ്വാസത്തെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അയാള് നിലക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരാള് ഈ സംഭാഷണം നടക്കുന്ന ഘട്ടത്തില് ഫിറൗന്റെ രാജസദസ്സില് എണീറ്റ് നിന്ന് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ നാഥൻ അല്ലാഹു ആകുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊന്നുകളയുകയാണോ എന്നാണ് ചോദ്യം. നിങ്ങൾ എന്തൊരു കടുത്ത ധിക്കാരമാണ് പ്രവർത്തിക്കാൻ മുതിരുന്നത്.
എന്റെ റബ്ബ് അള്ളാഹുവാണ്, ഈ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരാളെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി മുതിരുകയാണോ എന്നാണ് ആ മനുഷ്യൻ ഫിറൗൻ ഉൾപ്പെടെയുള്ള ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് ചോദിക്കുന്നത്. വഖാല റജുലും മുഅ്മിനും മിൻ ആലി ഫിറൗന യക്തുമു ഈമാനഹു. സ്വന്തം വിശ്വാസം മറച്ചു പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്, ആ സംസാരം നടത്തുന്നത്. എന്നിട്ട് ഒരു പരോക്ഷമായ രീതിയിൽ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊന്നുകളയാൻ മുതിരുകയാണോ എന്നതാണ് അയാൾ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. എന്നിട്ട് തുടർന്ന് പറയുന്നത് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും. അയാളാണെങ്കിലോ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും പിൻബലവും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെറുതെ വന്ന് പറയല്ല, എന്തെങ്കിലും പിൻബലമോ തെളിവോ പ്രമാണമോ ഒന്നുമില്ലാതെ വെറും കൈയോടുകൂടി വന്നൊരാളല്ല. വ്യക്തമായ തെളിവും ബുദ്ധിപരമായ പിൻബലവും ഒക്കെ ഉള്ള വിധത്തിലാണ് അയാള് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് റബ്ബി അല്ലാ എന്നാണ്. അങ്ങനെ കൃത്യമായ തെളിവിന്റെയും പ്രമാണങ്ങളുടെയും ദൃഷ്ടാന്തങ്ങളുടെയും ഒക്കെ പിൻബലത്തില് ഒരാള് നിങ്ങളോട് റബ്ബി അല്ലാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അയാളെ കൊല്ലാൻ വേണ്ടി മുതിരുകയാണോ എന്നാണ് ഈ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന ആള് ചോദിക്കുന്നത്. ഫിറൗൻ എന്തൊരു കാര്യമാണോ ചെയ്യാൻ മുതിർന്നത് അതിൽ നിന്ന് തന്നെ തടയരുത് എന്ന് ആ സദസ്സിനോട് പറയുകയുണ്ടായത്. ആ കാര്യം ഈ മനുഷ്യനിൽ വലിയ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് കണ്ട് സഹിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. അയാൾ രഹസ്യമായിട്ട് നേരത്തെ തന്നെ വിശ്വാസം ഉൾക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പോ ഇനിയും വിശ്വാസം വെളിപ്പെടുത്താതെ നോക്കുകുത്തിയായി നിൽക്കുന്നത് അക്രമപരമായി പോകും, അത് വലിയ കടുത്ത തെറ്റായി പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇയാൾ ഇടപെട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഈ മനുഷ്യൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും. വെറും കൈയോടെ വന്ന ആളല്ല. റബ്ബി അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹിസ്സലാം നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു തെളിവും പ്രമാണവും പിൻബലവും ഒന്നും ഇല്ലാതെയല്ല, മറിച്ച് വഖദ് ജാഅകും, അദ്ദേഹം നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത് ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായിട്ടാണ്, വ്യക്തമായ പിൻബലത്തോടു കൂടിയാണ്, ആയാത്തുകളുമായിട്ടാണ്. ബയ്യിനാത്ത് എന്നത് ആയാത്ത് എന്നതിന് പര്യായമായിട്ട് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. തെളിമയുള്ളതുമായി വ്യക്തമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളുമായി സൂക്തങ്ങളുമായി ഒക്കെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോ വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള വളരെ വ്യക്തതയുള്ള തെളിവുകളുമായി പിൻബലവുമായിട്ടാണ് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ ഒരാളെ റബ്ബി അല്ലാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ കൊന്നുകളയാനാണോ നിങ്ങൾ മുതിരുന്നത് എന്നാണ് ഇയാൾ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. എന്നിട്ട് അതിനെ തുടർന്ന് അദ്ദേഹം ചില ന്യായങ്ങൾ നിരത്തുന്നുണ്ട്. വഇയഖു കാദിബൻ, അല്ല കൂട്ടരെ നിങ്ങളുടെ നിലപാട് ശരിയാണോ എന്നതൊന്ന് പരിശോധിച്ച് നോക്കൂ. വഇയഖു കാദിബൻ, നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങൾ സങ്കല്പിക്കുന്നത് പോലെ അയാള് കള്ളം പറയുന്നവനാണ് എന്ന് വെക്കുക. വഇയഖു കാദിബൻ, അയാൾ പറയുന്നത് കള്ളമാണെങ്കിൽ ഫഅലൈഹി കദിബുഹു, അതിന്റെ ആ കള്ളം പറയുന്നതിന്റെ ദുരന്തം, അതിന്റെ പ്രത്യാഘാതങ്ങള് അയാളെ തന്നെയല്ലേ ബാധിക്കുക. അതെങ്ങനെയാണ് നിങ്ങളെ ബാധിക്കാൻ പോകുന്നത്? മൂസ അലൈഹിസ്സലാം നിങ്ങളോടായിട്ട് പറയുന്ന കാര്യം കള്ളമാണെങ്കിൽ, അദ്ദേഹം പറയുന്നത് കള്ളമാണെങ്കിൽ അത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? അതിന്റെ ഭവിഷ്യത്ത് അയാൾക്ക് തന്നെയല്ലേ നേരിടേണ്ടി വരിക.
വഈയക്കു സ്വാദിഖൻ. ഇനി അയാൾ പറയുന്നത് സത്യമാണെങ്കിലോ, അയാൾ സത്യവാനായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിലോ അതിന്റെ ഒരു അനന്തരഫലം എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ന് പറഞ്ഞാൽ മൂസ അലൈഹിസ്സലാം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ, എന്നിട്ട് നിങ്ങൾ അതിനെ കള്ളമായി കാണുകയും അതിനെ നിരാകരിക്കുകയും തള്ളിക്കളയുകയും ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഉണ്ടാവുക? യുസിബുക്കും ബഅദുല്ലദീ യഅിദുക്കും, നിങ്ങളോട് താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചിലതെങ്കിലും നിങ്ങളെ ബാധിക്കാൻ പോവുകയല്ലേ? മൂസ അലൈഹിസ്സലാം പറയുന്നത് സത്യമാണെങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് താക്കീതായിട്ട് പറയുന്നുണ്ടല്ലോ, അത് നിങ്ങളെ ബാധിക്കാൻ പോവുകയല്ലേ? അദ്ദേഹം പറഞ്ഞത് കള്ളമാണെങ്കിൽ അത് അയാളെ തന്നെയല്ലേ ബാധിക്കുകയുള്ളൂ, നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലല്ലോ. ഇനി മൂസ അലൈഹിസ്സലാം പറഞ്ഞത് സത്യമാണെങ്കിലോ അത് തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങൾക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് താക്കീത് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ചിലത് നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് പറയുന്ന ദൈവിക നടപടികൾ, അതുപോലെയുള്ള സംഗതികൾ, പാരത്രിക ലോകത്തെ ശിക്ഷ, ഇതൊക്കെയും തന്നെ നിങ്ങളെ ബാധിക്കാൻ പോവുമല്ലേ? അപ്പോ അദ്ദേഹം പറഞ്ഞ കള്ളമാണെങ്കിൽ യഥാർത്ഥത്തില് നിങ്ങൾക്ക് പറയത്തക്ക നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി അഥവാ അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിലോ നിങ്ങൾ അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങുക എന്നത് അനിവാര്യമായി മാറുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ എന്താലോചിച്ചുകൊണ്ടാണ് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് അയാള് ആ സമൂഹത്തെ, ഫിറൗൻ ഉൾപ്പെടെയുള്ള ആ രാജസദസ്സിനെ ചിന്തയുള്ളവരായി, ഈ വിഷയത്തിൽ മൗലികമായി ചിന്തിക്കുന്നവരാക്കി മാറ്റുന്ന വിധത്തിൽ ചോദിക്കുന്നത്. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്, നിശ്ചയമായിട്ടും അല്ലാഹു അതിരുവിട്ട് പ്രവർത്തിക്കുകയും കള്ളം പറയുകയും ചെയ്യുന്നവരെ സന്മാർഗികളാക്കുകയില്ല എന്നാണ് പറയുന്നത്. ഈ സ്വന്തം വിശ്വാസം മറച്ചു പിടിച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന് വേണ്ടി ഇടപെട്ട് സംസാരിക്കുന്ന ഈ വ്യക്തി ഈ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യം അള്ളാഹുവിനെ കുറിച്ച്, ഇന്നല്ലാഹ ലാ യഹ്ദി, നിശ്ചയമായിട്ടും അള്ളാഹു സന്മാർഗിയാക്കുകയില്ല, മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്, അതിര് വിട്ട് പ്രവർത്തിക്കുക, അതുപോലെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക, കളവിനെ ആശ്രയിച്ചുകൊണ്ട് സംസാരിക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരാളെ ഒരിക്കലും തന്നെ അള്ളാഹു സന്മാർഗിയാക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ട് തലത്തില് അർത്ഥസാധ്യതകള് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിലെ ഈ വാക്കുകൾക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മൂസ അലൈഹി ഇസ്ലാമിനെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആദർശവും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണിത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ആംഗിളിൽ അങ്ങനെയാണ് അതിന് അർത്ഥം കാണാൻ കഴിയുക. നിങ്ങൾ ഇത് കരുതുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ മൂസ അലൈഹി സ്വലാം കള്ളം പറയുകയും നിങ്ങളെ വ്യാജമായ ചില കാര്യങ്ങളിൽ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ, അങ്ങനെ ഒരാള് കള്ളം പറഞ്ഞ് എല്ലാ പരിധികളും വിട്ടുകൊണ്ട് വ്യാജമായ ഒരു ആദർശത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന വിധത്തിലാണ് മൂസ അലൈഹിസ്സലാം ഉള്ളതെങ്കിൽ, അങ്ങനെ ഒരാളെ ഇങ്ങനെ സന്മാർഗിയായി ജീവിക്കുന്ന ഒരാളായിട്ട് കാണാൻ കഴിയും. മൂസ അലൈഹിസ്സലാം ഒരു അക്രമിയായിട്ടല്ല നിങ്ങളുടെ മുന്നിലുള്ളത്, സന്മാർഗിയായിട്ട്, ജീവിത വിശുദ്ധിയുള്ള ഒരാളായിട്ട്, നന്മക്ക് വേണ്ടി നിലകൊള്ളുന്നവനായിട്ട്, മർദ്ദിതരുടെ വിമോചനത്തിനു വേണ്ടി രംഗത്ത് വരുന്ന ഒരാളായിട്ട്, അങ്ങനെയുള്ള ഒരു മാതൃകായോഗ്യനായ ഒരാളായിട്ടാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അത് ദൈവിക മാർഗദർശനമാണ് എന്നതിൽ നന്മ അദ്ദേഹത്തിൽ പ്രകടമാകുന്നു എന്നത് തന്നെ തെളിവാണ്. ഇനി മൂസ അലൈഹി ഇസ്ലാം നിങ്ങളോടായി പറയുന്നത് അതിര് വിട്ടുകൊണ്ടുള്ള വ്യാജമായ കാര്യങ്ങളാണ്, കള്ളമാണ് എങ്കിൽ, അങ്ങനെ കള്ളം പറയുകയും അതിര് വിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെ അള്ളാഹു
ഇങ്ങനെ മാതൃകായോഗ്യനായ സന്മാർഗിയാക്കി മാറ്റുമോ? ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. നന്മയുള്ള ഒരാള്, ജീവിതത്തില് പുണ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരാള്, ആളുകൾക്ക് ഉപകാരപ്രദമായ, സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരാള് ഒരിക്കലും തന്നെ മുസ്രിഫും കദ്ദാബുമാവുക എന്നത് സാധ്യമല്ല. കാരണം മുസ്രിഫും കദ്ദാബുമായ ഒരാൾക്ക് ദൈവികമായ മാർഗദർശനം ലഭിക്കുക എന്നത് സാധ്യതയുള്ള കാര്യമേ അല്ല. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ഒരു വായനയായിട്ട്, ഒരു അർത്ഥസൂചനയായിട്ട് നമുക്ക് കാണാൻ കഴിയും. വേറൊരു ആംഗിളിൽ അത് ഫിറൗനെ പറ്റി പറയുന്ന, അല്ലെങ്കിൽ ഫിറൗനോടൊപ്പമുള്ള ആളുകളെ കുറിച്ചൊക്കെ പൊതുവായി പറയുന്ന ഒരു കാര്യമായിട്ടും കാണാം. അതെന്താണെന്ന് വെച്ചാൽ, ഇന്നല്ലാഹു ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്. ഫിറൗനാണ് ഇവിടെ അതിരും പരിധിയൊക്കെ വിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ മുതിരുന്നത്. മൂസ ഇവിടെ കുഴപ്പക്കാരനായി രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥയെ തകിടം മറിക്കും. അയാൾ രാജ്യദ്രോഹിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അയാളെ കൊന്നുകളയാൻ ആണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളാരും എന്നെ തടയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതിരുവിട്ട പ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ മുതിരുകയാണ്. അതിന് അയാള് പിൻബലമായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ മേൽ കള്ളം പറഞ്ഞുകൊണ്ടാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല. മൂസ അലൈഹി ഇസ്ലാം അവർക്ക് ദ്രോഹകരമായ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അയാൾ ഉദ്ദേശിച്ച വിധത്തിലുള്ള സാമൂഹ്യ മാറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ആകെ കഷ്ടപ്പാടിലായി പോകും. നിങ്ങളുടെ സുരക്ഷിതത്വം ഒക്കെ ഇപ്പോ ഭദ്രമായി നിലനിൽക്കുന്നത് ഞാനും എന്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വക വ്യാജമായ കള്ളമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിനെതിരിൽ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഫിറോൻ മുതിരുന്നത് എന്നത് വ്യക്തമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സത്യമാർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് അള്ളാഹു നയിക്കുകയില്ല എന്നാണ് ഈ ഈമാൻ മറച്ചു പിടിച്ചുകൊണ്ട് സംസാരിച്ച ആള് പറഞ്ഞത് എന്നും വേണമെങ്കിലും മനസ്സിലാക്കാം. രണ്ടു വിധത്തിലും വായന സാധ്യതയുള്ള ഒരു വിവരണമാണിത്. അപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ആയത്തിന്റെ അവസാനത്തില് ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്. മുസ്രിഫും കദ്ദാബുമായ ഒരാളെ ഒരു കാരണവശാലും അള്ളാഹു സന്മാർഗിയാക്കുകയില്ല എന്നാണ്. അപ്പൊ ഒരു മാതൃകായോഗ്യനായ സന്മാർഗി എന്ന് തന്നെ പറയാവുന്ന പ്രത്യക്ഷ ലക്ഷണങ്ങളുള്ള ഒരാള്, അയാള് പറയുന്നത് ഒരിക്കലും തന്നെ മുസ്രിഫും കദ്ദാബുമായ ഒരാൾ പറയുന്ന ഒരു കാര്യം പോലെ ആവുകയില്ല. എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് ഇസ്രാഫോ കെതുബോ അടങ്ങിയതല്ല. അയാളുടെ വ്യക്തിത്വം കണ്ടാൽ തന്നെ, അദ്ദേഹത്തിന്റെ നിലപാടും സംസാരവും കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം സത്യത്തിനും നന്മക്കും നീതിക്കും ഒക്കെ വേണ്ടി നിലകൊള്ളുന്ന ആളാണ് എന്ന്. രണ്ടാമത് പറഞ്ഞ വിധത്തിലാണെങ്കിൽ ഫിറോവിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഫിറോവിന് ഈ അയാളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ധിക്കാരവും അതിരുവിട്ട പ്രവർത്തനവും അതുപോലെ വ്യാജമായ ആരോപണങ്ങളും ആക്ഷേപങ്ങൾ ഉന്നയിക്കലും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ സന്മാർഗം ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയില്ല. കാരണം അത്തരം ആളുകളെ അള്ളാഹു സന്മാർഗികളാക്കുകയില്ല എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു സാധ്യത. അപ്പൊ തുടർന്ന് അയാൾ വീണ്ടും ആ സമൂഹത്തെ, ആ രാജസദസ്സിനെയും ആ സമൂഹത്തെയും ഒക്കെ ഉണർത്തിക്കൊണ്ട് പറയുന്നത്, യാ ഖൗമി ലഖുമുൽ മുൽക്കുൽ യൗം. എന്റെ നാട്ടുകാരെ, എന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് ഇന്ന് വലിയ ആധിപത്യവും അധികാരവും ഒക്കെ ഉണ്ട്. സംഭവം ശരിയാണ്. മൂസ അലൈഹി ഇസ്ലാമിന് ആധിപത്യവും ഇല്ല, അധികാരവും ഇല്ല. അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു നിങ്ങൾ കരുതുന്ന പോലെയുള്ള ഒരു പവറൊന്നുമില്ല. നിങ്ങൾക്കാണെങ്കിലോ ലഖുമുൽ മുൽക്കുല്യവും, ഇന്ന് നിങ്ങൾക്ക് രാജ്യത്വമുണ്ട്, അധികാരമുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിയന്ത്രണത്തിലൊക്കെയാണ് കാര്യങ്ങളുള്ളത്.
ലാഹിരീന ഫിൽ അർള്, ഭൂമുഖത്ത് നിങ്ങൾ വലിയ വിജയം നേടിക്കൊണ്ട് നീങ്ങുന്ന ആളുകളായിട്ടാണുള്ളത്. ലാഹിരീന ഫിൽ അർളാണ്, ജേതാക്കളായിട്ടാണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾ ജേതാക്കളായിക്കൊണ്ടാണ് നിലകൊള്ളുന്നത്. അപ്പോ ശക്തിയുണ്ട്, അധികാരമുണ്ട്, വലിയ പ്രതാപം ഉള്ള ജേതാക്കളായിക്കൊണ്ടാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. എന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സൗഭാഗ്യങ്ങളാണ്. നിങ്ങൾ അധികാരമുള്ളവരും ജേതാക്കളായിക്കൊണ്ട് വാഴാൻ കഴിയുന്നവരൊക്കെയാണ്. എന്നാൽ ഫമൻ യൻസുറുന മിൻ ബഅസില്ലാഹ്, അള്ളാഹുവിന്റെ നടപടിയിൽ നിന്ന് നമ്മെ ആർക്ക് സഹായിക്കാൻ സാധിക്കും? അള്ളാഹുവിന്റെ ബഅസ് ഉണ്ടാവുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ നടപടി നമുക്കെതിരിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മെ സഹായിക്കാൻ ആർക്ക് സാധിക്കും എന്നാണ് അയാൾ തുടർന്ന് ചോദിക്കുന്നത്. ഇൻ ജാഅന, അങ്ങനെ ഒരു നടപടി നമ്മുടെ നേരെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്, അള്ളാഹുവിന്റെ ഒരു ശിക്ഷാ നടപടിയോ അല്ലെങ്കിൽ ഒരു കടുത്ത പരീക്ഷണമോ ഒക്കെ നമ്മളെ തേടി വരികയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന വിധത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് ആരുണ്ടാകും? ഇന്ന് നിങ്ങൾ അധികാരമുള്ളവരാണ്, ജേതാക്കളാണ്, പ്രതാപികളാണ്, കരുത്തന്മാരാണ്, ഇതൊക്കെ നിങ്ങൾക്കുള്ള സൗഭാഗ്യങ്ങളാണ്. എന്നാൽ അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കാൻ വയ്യ. വല്ല നടപടിയും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടുകൾ കാരണമായി ഉണ്ടാവുകയാണെങ്കിൽ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ ബഅസിൽ നിന്ന്, അള്ളാഹുവിന്റെ ആ നടപടിയിൽ നിന്ന്, അള്ളാഹുവിന്റെ ആ ശിക്ഷാ നടപടിയിൽ നിന്ന് നമ്മെ സഹായിക്കാനായിട്ട്, രക്ഷപ്പെടുത്താനായിട്ട് ആരുണ്ടാകും? ഇൻ ജാഅന, ആ നടപടി നമ്മെ തേടി വരികയാണെങ്കിൽ. അപ്പൊ ഖാല ഫിറഔൻ, അപ്പോ ഈ മനുഷ്യന്റെ സംസാരത്തിനോട് പ്രതികരിച്ചുകൊണ്ട് ഫിറഔൻ വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഘട്ടത്തിൽ ഫിറഔന് ഇയാള് മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ആ വിശ്വാസം മറച്ചു പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നൊന്നും ഫിറഔന് ബോധ്യപ്പെട്ടിട്ടില്ല. തന്റെ ആളാണ് എന്നുള്ള നിലക്ക് തന്നെയാണ് ഫിറഔൻ പ്രതികരിക്കുന്നത് എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഫിറഔൻ പറയുന്നത് ഇങ്ങനെയാണ്: മാ ഉരീക്കും ഇല്ല മാ അറ, ഞാൻ നിങ്ങളോട് അഭിപ്രായപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. മൂസ ഇവിടെ കലാപമുണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും, നാട്ടിൽ അരാജകത്വം ഉണ്ടാവും, നിങ്ങളൊക്കെ അരക്ഷിതരായി മാറും. അതിനാൽ ഞാൻ മൂസക്കെതിരിൽ ഈ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ കാര്യം അത് ഫിറഔൻ പറയുന്നത് മാ ഉരീക്കും, ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന എന്റെ ഈ നിലപാടും വീക്ഷണവും ഇല്ലാമാ അറ, അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയ, എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ച ഈ നിലപാട് അത് തന്നെയാണ് ശരി എന്ന നിലയ്ക്ക് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. വമാ അഹ്ദീക്കും ഇല്ലാ സബീല റഷാദ്, ഞാൻ നിങ്ങളെ ചൊവ്വായ വഴിയിലൂടെ അല്ലാതെ നയിക്കുകയുമില്ല. അടുത്ത തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഫിറഔൻ തന്റെ ജനതയോട് പറയുന്നത്. ഞാൻ നിങ്ങളെ സബീലുർ റഷാദിലൂടെ അല്ലാതെ നയിക്കുകയുമില്ല. എന്റെ വിലയിരുത്തല് സത്യമാണ്, ശരിയാണ്. മൂസ ഇവിടെ വലിയ കുഴപ്പമുണ്ടാക്കാൻ പോവുകയാണ്, നാട്ടിൽ വലിയ അരാജകത്വം ഉണ്ടാക്കും, നിയമരാഹിത്യം ഉണ്ടായി വരും, അത് കാരണമായി നിങ്ങളൊക്കെയും പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ചില നടപടികളിലേക്ക് നീങ്ങുന്നത്. എന്റെ ഈ നടപടികളും അതുപോലെ എന്റെ ഈ പരിശ്രമവും ഒക്കെ തന്നെ നിങ്ങളെ പക്വതയുള്ള ശരിയായ ഒരു മാർഗത്തിലേക്കാണ് നയിക്കുക. ഞാൻ നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കുകയില്ല. വമാ അഹ്ദീക്കും, ഞാൻ നിങ്ങളെ നയിക്കുകയില്ല ഇല്ലാ സബീല റഷാദ്, സബീലുർ റഷാദിലേക്കല്ലാതെ. സബീലുർ റഷാദ് എന്ന് പറഞ്ഞ ബുദ്ധിപൂർവകവും
അതുപോലെ സന്മാർഗബോധത്തോടു കൂടിയും ഒക്കെ പക്വതയോടുകൂടി ശരിയായ വഴിയിലേക്ക് നയിക്കുക എന്നതാണ് ഫിറഔൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സബീലുർ റഷാദ്, യഥാർത്ഥത്തില് പ്രവാചകന്മാര് ജനങ്ങളെ നയിക്കുന്ന മാർഗത്തിനെയാണ് സബീലുർ റഷാദ് എന്ന് പറയാറുള്ളത്. അതിനെ ആ നിലക്ക് സൂചിപ്പിക്കാറില്ല. ശരിയായ ആലോചനയോടുകൂടി സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശരിയായ മാർഗത്തിലേക്കുള്ള ഒരു നയിക്കലിനെയാണ് സബീലുർ റഷാദിലേക്ക് നയിക്കുക എന്ന നിലക്ക് പറയുക. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, മൂസ അലൈഹിസ്സലാം ആ സമൂഹത്തെ, ഖിബ്തികൾ ഉൾപ്പെടെ ബനു ഇസ്രായേൽ സമൂഹത്തെയും ഖിബ്തി സമൂഹത്തെയും ഈജിപ്തിലെ മുഴുവൻ ആളുകളെയും സത്യമാർഗത്തിലേക്ക് ദൈവികമായി മാർഗദർശനം നൽകി അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുള്ള ആ മാർഗത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. അതിനുള്ള തികവാർന്ന യോഗ്യതയുള്ള ഒരു വ്യക്തിത്വവുമാണ് മൂസ അലൈഹിസ്സലാം അവർക്കിടയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ധിക്കാരത്തിന്റെയും കിബറിന്റെയും അതിരുവിട്ട പ്രവർത്തനങ്ങളുടെയും വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെയും ഒക്കെ മാതൃകകൾ മാത്രമായിട്ടുള്ള ഫിറഔൻ ജനങ്ങളോട് പറയുന്നത്, എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ആണ് എന്റെ അഭിപ്രായം എന്നുള്ള നിലക്ക് നിങ്ങളോട് ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ ശരിയായ വഴിയിലേക്കല്ലാതെ നയിക്കുകയില്ല എന്നാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യം ഉയർത്തിപ്പിടിക്കുന്ന ആളും വ്യാജം പറയുന്ന ആളും ഒരേപോലെ പറയുന്ന ഒരു കാര്യം, തങ്ങളാണ് ആളുകളെ, സമൂഹത്തെ ശരിയായ വഴിയിലേക്ക് നയിക്കുക എന്നതാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് നിങ്ങളെ സബീലുർ റഷാദിലേക്ക് നയിക്കുന്നത് എന്ന് ഒരാൾ പറയുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. ജനങ്ങളത് പരിശോധിക്കേണ്ടതുണ്ട്, അത് വിലയിരുത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കന്മാരുടെ ഒക്കെ സംസാരങ്ങൾ കേട്ടു നോക്കൂ. ഒരാളുടെ പ്രസംഗം ഇങ്ങനെ തുടരെ കേട്ടുകൊണ്ടിരുന്നാൽ അയാൾ പറയുന്നത് വളരെ ശരിയാണെന്നാണ് തോന്നുന്നത്. നേരെ എതിർപക്ഷത്തുള്ള ആളുടെ സംസാരം ആവർത്തിച്ച് നമ്മളൊന്ന് കേട്ടു നോക്കൂ. അയാളുടെ ജീവിത വീക്ഷണവും അയാൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും ഒക്കെ വളരെ ശരിയാണെന്ന് തോന്നും. അപ്പൊ ഇങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടു കൂട്ടരും ജനങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി മുതിരുന്ന ആളുകളാണ് എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുക. ഇവിടെയാണ് ഓരോരുത്തരും സ്വന്തം വഴി തെരഞ്ഞെടുക്കാൻ അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ആ സെൻസ് ഓഫ് ഡിസ്ക്രീഷൻ, കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് പ്രയോജനപ്പെടുത്തേണ്ടി വരും. ഇവിടെ ഫിറഔൻ അവകാശപ്പെടുന്നത് താൻ സബീലുർ റഷാദിലേക്ക് ജനങ്ങളെ നയിക്കുകയുള്ളൂ, എനിക്ക് എന്റെ ശരിയായ ബുദ്ധിപരമായ വിലയിരുത്തലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞാനാണെങ്കിലോ നിങ്ങളുടെ കാര്യത്തിൽ വലിയ ആത്മാർത്ഥതയുള്ള, നിങ്ങളെല്ലാവരെയും ശരിയായ മാർഗത്തിലേക്ക് നയിക്കാൻ മാത്രം ഉദ്ദേശിക്കുന്ന ആളുമാണ് എന്നാണ് ഫിറഔൻ പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ദൈവിക മാർഗദർശനത്തിന്റെ പിൻബലത്തോടുകൂടി ആളുകളോട് പറയുന്ന കാര്യവും പ്രത്യക്ഷത്തിൽ വ്യത്യാസമുള്ളതല്ല. പറയുന്ന കാര്യം ഒന്ന് തന്നെ, സബീലുർ റഷാദിലേക്ക് തന്നെയാണ് നയിക്കുന്നത് എന്ന വിധത്തിലാണ്. ഇവിടെയാണ് രണ്ടാളുകളുടെയും വ്യക്തിത്വത്തെ വിലയിരുത്തിക്കൊണ്ട് രണ്ടാളുകളുടെയും ജീവിത രീതികളെയും നടപടികളെയും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരിക. ഒരു ഭാഗത്ത് ഈ ഫിറഔൻ ജനങ്ങൾക്ക് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ ആ വിധത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അയാളാണ്. അവര് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം ഫിറഔനുള്ളതാണ്. എന്നാലും അയാള് ശരിയായ മാർഗത്തിലേക്ക് അവരെ നയിക്കുകയാണ് എന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മൂസ അലിഹിസ്ലാം അവരുടെ അടുക്കലേക്ക് അള്ളാഹു ദൈവിക ദൗത്യവുമായിട്ട് നിയോഗിച്ചയക്കപ്പെട്ട അവരുടെ വിമോചകനായിട്ട് രംഗത്ത് വന്ന ആളാണ്. അപ്പൊ ഇത് തമ്മിൽ താരതമ്യം ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഒരു ചുമതല ഓരോ വ്യക്തിയും തന്നെയാണ് ചെയ്യേണ്ടി വരിക. മക്കയിലേക്ക് തിരിയുമ്പോ ഒരു ഭാഗത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹസ്രാബ്ദങ്ങളായിട്ട് ആ സമൂഹം അകപ്പെട്ട് കിടക്കുന്ന ജാഹിലിയത്തിൽ നിന്ന് അവരെ വിമോചിപ്പിച്ച് സത്യമാർഗത്തിലേക്ക്, ദൈവിക പ്രകാശത്തിലേക്ക്,
ദൈവിക മാർഗദർശനത്തിലേക്ക് അവരെ നയിക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന അവിടുത്തെ പ്രമാണിമാര് അവര് നിലകൊള്ളുന്ന ജീവിത ദർശനത്തിലും വിശ്വാസത്തിലും ഒക്കെ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഏത് മാർഗമാണ് ശരി എന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടി വരിക. അങ്ങനെ തീരുമാനിക്കാൻ അവർ മുതിരുമ്പോ ഈ രണ്ട് കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലെ ശരി തെറ്റുകൾ വിലയിരുത്തുകയും അവര് പറയുന്ന കാര്യവും അവരുടെ ജീവിതവും തമ്മിലുള്ള ബന്ധവും തമ്മിൽ ഉള്ള ആ സാധ്യതയെ വിലയിരുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് വേണം അവര് തീരുമാനത്തിലേക്ക് എത്താൻ. അത് ജനങ്ങള് ഓരോരുത്തരും തന്നെ എത്തിച്ചേരേണ്ട ചില നിഗമനങ്ങളും തീരുമാനങ്ങളും ഒക്കെയാണ് എന്നതാണ് വസ്തുത. ഈ വിധത്തില് സത്യമാർഗം അസത്യത്തിൽ നിന്ന് വേർതിരിച്ച് കാണിക്കപ്പെടുക എന്നൊരു പ്രക്രിയയാണ് ഒരു പ്രവാചകന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാവുക. ഓരോ വ്യക്തിയും തനിക്ക് ശരിയായതെന്ന് ബോധ്യപ്പെടുന്ന വഴി തെരഞ്ഞെടുക്കുകയാണ് വേണ്ടത്, ഈ രണ്ട് സാധ്യതകളും മുന്നിലുണ്ടാവുമ്പോ തന്നെ. അപ്പോ സൂറത്ത് ഗാഫിറിലെ 28, 29 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ സംഭവ വിവരണം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഈ വിശ്വാസം മറച്ചു പിടിച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഫിറോവിന്റെ രാജസദസ്സിൽ ഇടപെട്ട് സംസാരിച്ച ആളുടെ ആ സംസാരമാണ് നമ്മൾ ഭാഗികമായിട്ട് ഇന്ന് മനസ്സിലാക്കിയുണ്ടായത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.